ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടും കൈ വേദനിക്കാതെ നമ്മൾ കുഴച്ചെടുക്കുക ഒന്നും വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലോട്ട് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റ് പൊടിയാണ് കേട്ടോ. ഹജുവ എന്നൊരു ബ്രാൻഡിന്റെ ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പത്തിരി ആണെങ്കിലും ഇടിയപ്പാണെങ്കിലും ഒറോട്ടി ആണെങ്കിലും അതുപോലെ തന്നെ അട ചുടാനൊക്കെ ഞാൻ ഈ ഒരു പൊടിയാണ് യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് അരിപ്പൊടിയാണല്ലോ. അപ്പൊ അതിന് ടോട്ടലായിട്ട് 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കുക. ആദ്യമൊക്കെ എല്ലാവരും പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെയാണ് ഇടിയപ്പത്തിന് ചെയ്തിരുന്നത്. പിന്നെ അത് കാരണം തന്നെ നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര മടിയായിരുന്നു, കൈ വേദനിച്ചിട്ട്. പിന്നീട് അത് നല്ല ചൂടുള്ള വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യലായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറ്. അപ്പൊ ഇതാ ഇതിലത്തെ കട്ടയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, നമ്മൾ കൈ എടുക്കാതെ ഇറക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ഇപ്പൊ ഇതാ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് വിട്ടു പോരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് വിട്ടു പോകുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കേ വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഒന്നുകൂടെ ടൈറ്റ് ആയിട്ട് പോകും. ഇനി ഇത് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിത് അച്ചിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ തട്ടിൽ വെച്ചിട്ടാണ്. ഇഡ്ഡലി ചെമ്പിന്റെ തട്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചെമ്പിന്റെ തട്ടും ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. 2 തട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കണം. ഇതിലാകുമ്പോ ഒരെണ്ണം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ അച്ചിയിലും നല്ലോണം ഒന്ന് എണ്ണ തടവി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം മാവ്. ഇനി നമുക്ക് ഇതിന്റെ മീതെ മാവ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചില്ല് പോലത്തെ വെച്ചു കൊടുക്കുക. ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ് കേട്ടാ. അപ്പൊ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ ഒരു പാത്രം, അതിന്റെ മൂടി വെച്ചിട്ടാണ് ഇങ്ങനെ അളവിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഓരോന്ന് നമുക്കൊന്ന് പീച്ചി കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള 2 തട്ടിലും പീച്ചി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ 3 തട്ടുണ്ടെങ്കിൽ 3 ഒറ്റ ട്രിപ്പിൽ ചെയ്തെടുത്താൽ മതിയെ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കടായിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു റിങ് വെച്ചെടുത്തിട്ട് അതിലേക്ക് ചെറുത് ആദ്യം വെച്ചെടുത്തിട്ടുണ്ട്. കടായി എടുക്കാൻ കാരണം ഒരു തട്ട് വലുതും ഒരു തട്ട് ചെറുതായതുകൊണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ച് നമുക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ തട്ടും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കേ കുറച്ചു നേരം ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം പോയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പൊ അതാ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതെല്ലാം ചെയ്തെടുക്കുക. പിന്നെ 1.5 കപ്പ് അരിപ്പൊടി കൊണ്ടൊരു നമ്മളിപ്പോ 2 തട്ടെല്ലാം എടുത്തു, അപ്പൊ 3 പ്രാവശ്യം ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടാ. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക.
അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കേ. രാവിലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കൂട്ടാ. ഈ ഒരു പൊടി വെച്ച് ചെയ്യുമ്പോൾ ഇടിയപ്പം തന്നെയല്ല, പത്തിരി ആണെങ്കിലും അടയാണെങ്കിലും ഒക്കെ നല്ല ഒരു കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു പൊടി വെച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ 1.5 കപ്പില് 6 ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. 2 വെച്ച് കഴിക്കുന്നവരാണെങ്കിൽ 3 ആൾക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.